ഈ ചരിത്രത്തിൽ പറയുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാർ അവരുടെ കീഴിലുള്ള ഒരു മുസ്ലിം രാജാവായിട്ടാണ് സത്യത്തിൽ ഈ കാളി പദവി നൽകിയത്. സാമൂതിരി രാജാവിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ ഒരു പദവി നൽകിയത് എന്ന് വെച്ചാൽ അതിലെത്രത്തോളം അതിൻ്റെ ചരിത്രത്തിൻ്റെ ആധികാരികത എത്രയുണ്ട് എന്ന് അങ്ങാ പറയേണ്ടത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ബ്രിട്ടീഷുകാർ വരുന്നതും പോർച്ചുഗീസുകാർ വരുന്നതൊക്കെ മുമ്പ് തന്നെ ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരുണ്ടല്ലോ, ഈ രാജാക്കന്മാർ അവർ പൊതു കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും മുസ്ലിങ്ങളുടെ പ്രശ്നം വരുമ്പോൾ ആ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി അവർ വെച്ച ഒരു മുസ്ലിം രാജാവായിരുന്നു ശരിക്ക് കാളി പദവി എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ ആധികാരികത? കാളി പദവി എന്നുള്ളത് ഇസ്ലാം കേരളത്തിൽ വന്നത് മുതലുണ്ട്. മാലിക് ദിനാർ അവരുടെ അസാബ് ഇവിടെ വന്നത് മുതൽ കേരളത്തിലും കർണാടകയിലും ഒക്കെ ആയിക്കൊണ്ട് ധാരാളം 10-11 പള്ളികൾ നിർമ്മിച്ചു എന്നുള്ള ചരിത്രമാണ്. ആ പള്ളിയിലൊക്കെയും അവിടെ നിന്ന് വന്ന അസാബായിരുന്നു കാളിമാരായി നിയോഗിച്ചു എന്നുള്ള ചരിത്രമാണ്. അല്ല, ഈ നിയോഗിക്കുന്നത്, ഈ കാളിമാരെ നിയോഗിക്കുന്നത് അന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരല്ലേ? അല്ല, അവരെയും കൂടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണല്ലോ ഇത് വരുന്നത്. അതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണല്ലോ ഈ സാമൂതിരി രാജാവിന്റെ കൊട്ടാരത്തിൽ ഈ കോഴിക്കോട് കാളിമാർക്ക് വേണ്ടി ഒരു പ്രത്യേക ഇരിപ്പിടം അല്ലേ ഉണ്ടായിരുന്നു. ഇപ്പോ ഇല്ലല്ലേ? പക്ഷെ ഇന്നിപ്പോ അങ്ങനെ അതുകൊണ്ടായിരിക്കും. എന്നിരുന്നാലും ബന്ധങ്ങൾ പുലർത്താറുണ്ട്. നിങ്ങളും ഈ സാമൂതിരി രാജാവ് ഒരുപാട് ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. ഇപ്പോഴുണ്ട് പല വിശേഷ ദിവസങ്ങളിൽ സാമൂതിരി വീട്ടിൽ പോയിട്ട് ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട്. നമ്മളെ സന്തോഷം കൈമാറാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ചരിത്രത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം ഇതിലൂടെ തന്നെ കടന്നു വരുന്നുണ്ട്. കാരണം ഒരു മുസ്ലിം രാജാവ് അതോടൊപ്പം തന്നെ മറ്റു രാജാവിൻ്റെ കീഴിലുള്ള ഒരു മുസ്ലിം രാജാവിൻ്റെ ഒരു കണ്ണി എവിടെയോ ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണല്ലോ ഇന്നും നിങ്ങൾ തമ്മിൽ അല്ലേ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബന്ധം. അപ്പൊ രാജകൊട്ടാരത്തിൽ ഈ രാജാവിന്റെ വീട്ടിൽ നിങ്ങൾ പോകും വിശേഷാൽ ദിവസങ്ങൾ? രാജാവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ പല വിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ 2 വർഷം മുമ്പ് പ്രത്യേക മാധ്യമം തന്നെ ഒരു ഫീച്ചറൊക്കെ അതിനെ സംബന്ധിച്ച് ഇറക്കിയിരുന്നു. അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇരിപ്പിടം നേരത്തെ ഉള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. അവിടെ ശരിക്കും കോഴിക്കോട് കാളിമാരുടെ ഈ കോഴിക്കോട് ആസ്ഥാനമായിട്ട് 100 വർഷങ്ങളായിട്ടുള്ളൂ. 100 വർഷമായി? 100 ചില്ല ആയി കാണും. അതുവരേക്കും കോഴിക്കോടിന്റെ ആസ്ഥാനം ചാലിയത്തായിരുന്നു നേരത്തെ കോഴിക്കോടിന്റെ ആസ്ഥാനം, കോഴിക്കോട് കാളിമാരുടെ ആസ്ഥാനം ചാലിയ. ഒരുപാട് കാളിമാർ ചാലിയം തുറമുഖം അതിന്റെ ഭാഗമായിട്ട് ശരിക്കും പട്ടണം തന്നെ അവിടെ ചാലിയം പട്ടണമായിരുന്നു. ചാലിയത്ത് ഒരുപാട് കാളിമാർ മറവട്ടെടുക്കുന്നുണ്ട്. 100 വർഷങ്ങളായിട്ടുള്ളൂ ഈ ആസ്ഥാനം കോഴിക്കോട് മാറിയിട്ട്. അപ്പോൾ കോഴിക്കോടിന്റെ ആസ്ഥാനം എന്നുള്ളത് ചാലിയാണ്. ഞാൻ ചാലിയത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കെ ആ സമയത്താണ് ഈ പദവിയിലേക്ക് നിയുക്തനാണ്. പാരമ്പര്യത്തിലേക്ക് മറപ്പെട്ട് കിടക്കുന്ന അവിടെ അങ്ങ് ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങേ തേടി ഈ കാളി പദവി എത്തുന്നത്. ഇന്നും അതൊരു നിമിത്തം തന്നെ.